ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതും നമ്മുടെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ കിഡിലും പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് നമുക്കിതിന് എന്താ പറയുക, ഒരു തീ പോലും കത്തിക്കേണ്ടെന്ന് പറയാം കേട്ടോ. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാം കൂടി മിക്സാക്കി ഉണ്ടാക്കുന്നൊരു പുഡിങ്ങാണ്. അതുപോലെ തന്നെ ചൈന ഗ്രാസ് കാര്യങ്ങളൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള 1-2 ഐറ്റംസ് നമുക്കൊന്ന് റെഡിയാക്കി വെക്കണം. അത് കഴിഞ്ഞ് തന്നെ പെട്ടെന്ന് പരിപാടി ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ പിസ്ത എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ടു 1 കപ്പ്. അത് നിങ്ങൾ ഏതിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം നമ്മുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എറാറോട്ട് ബിസ്ക്കറ്റ് എന്ന് പറയുമല്ലോ, അതാണ് വേണ്ടത്. ഞാൻ ഈ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണ്ടതെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പാക്കറ്റ് മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിനനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക്, മിക്സി കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, പിസ്ത പൊടിച്ച ആ ഒരു സെയിം ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബിസ്ക്കറ്റിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുമ്പോൾ ഇതിലും വ്യത്യാസം വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ ബിസ്ക്കറ്റ് പൗഡർ മൊത്തത്തിലൊന്ന് നനയണം ബട്ടർ കൊണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്യാവശ്യം നോക്കിയിട്ട് എത്രത്തോളം വേണം അതിനനുസരിച്ച് നോക്കിയിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ചെറുതായിട്ടൊന്ന് കളർ വരെ മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ബട്ടറിലൊന്ന് നനഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിന് നമ്മൾ ഏത് ട്രേയിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു ട്രേ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ച് ബിസ്ക്കറ്റ് പൗഡറില്ലേ അതിൻ്റെ നേരെ പകുതി ഭാഗത്തോളം ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്രസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, ഒന്നിങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബൗൾ ഇനിയും അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ക്രീം ആയതുകൊണ്ട് തന്നെ ഞാനിനി ഇത് സെപ്പറേറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്ന ഒന്നുമില്ല, ഡയറക്റ്റ് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീമോ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് 1.5 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രീമിലേക്ക് നമ്മൾ ഫസ്റ്റ് പൊടിച്ച് വെച്ചിട്ടില്ലേ പിസ്തയുടെ പൗഡർ, അതിൻ്റെ നേരെ പകുതിയോളം ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ലെയറിലും ഡെക്കറേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ പകുതിയോളം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പിസ്ത എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർക്കണം ഈ ഒരു ടൈമിൽ. ഇനിയിപ്പോൾ അടുത്തത് മെയിനായിട്ട് വേണ്ടുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ട ക്രീമിലേക്ക്. അത് നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രീമും ആ ഒരു പിസ്ത പൗഡറും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ജോയിൻ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിപ്പിംഗ് ക്രീമാണെന്നുണ്ടെങ്കിൽ ക്രീം ബീറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ടൈമിൽ എൻ്റെ മധുരമൊക്കെ നല്ല പെർഫെക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒന്നുകിൽ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ കമൻറ്റായിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ ഒന്ന് റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ക്രീമിന് തന്നെ, നല്ലൊരു ഫ്ലേവറാണ് പിസ്ത എസൻസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രീമിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് പൊടി നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നല്ല പഴുത്ത മധുരമുള്ള ഇതുപോലത്തെ നല്ലൊരു കളറായിട്ട് വരുമ്പോൾ നല്ല മധുരം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ടൈപ്പ് മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്കിലേ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ലെയറായിട്ട് ഇതുപോലെ തന്നെ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം കടിക്കാനൊക്കെ വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയേ.
എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമില്ലേ അതും കുറച്ച് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 2 ലെയറായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പകുതി ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പൊടിച്ച് വെച്ചിട്ടുള്ള പിസ്ത പൗഡറില്ലേ അതിൽ നിന്ന് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കി നമുക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വെക്കണം. അപ്പോൾ എത്രത്തോളം വേണം അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും മാങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ വീണ്ടും ക്രീം, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യട്ടെ എത്രത്തോളം നിങ്ങൾക്ക് ലെയറൊക്കെ ആവശ്യമുണ്ടോ. ഇതിന് കറക്റ്റ് ഒരു ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കേക്ക് പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നില്ല, ഒന്ന് മിക്സാക്കി കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ ഓർഡർ വേണോ അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം കൂടി തണുത്തൊന്ന് സെറ്റായി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് ബിസ്ക്കറ്റിൻ്റെ ബട്ടർ മിക്സ് ആക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്രീമെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഡെക്കറേഷനാണ്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പിസ്താപ്പൊടിയും മാങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് പൗഡറും ഇല്ലേ അതൊക്കെ ചേർത്തിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടൊന്ന് ചെയ്യുന്നതെന്നുള്ളൂ സിമ്പിളായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നട്ട്സ് ഇല്ലേ, ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കടിക്കുന്ന സമയത്ത്. അത് ഉണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ സിമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തീയൊന്നും കത്തിച്ച് ഒരുപാട് ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനുണ്ടെങ്കിൽ ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെക്കുക, തണുപ്പിക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഫ്രീസറിലല്ലേ, ഫ്രിഡ്ജ് താഴെയാണ് വെക്കേണ്ടത്. നല്ല തണുപ്പോട് കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് മെയിനായിട്ട് ഈ ഒരു പുഡിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കുക്കിംഗ് ടൈമൊന്നും വേണ്ടല്ലോ, ഒന്നും കുക്ക് ചെയ്യുന്നില്ലല്ലോ, എല്ലാം ഡയറക്റ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ് തന്നെയാണ്. ഒരു തവണയെങ്കിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്